അല്ലല്ല ബൊക്കെ എല്ലാം കൂടെ വെക്കാൻ Incoming call from Nathan Xavier Cality CO Joseph MJ Home Nurse Benham identified. ഒരു മരിച്ച വീട്ടിൽ ഞാൻ തിരിച്ചു വിളിക്കാവേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പരിശുദ്ധാത്മാവിനെ കൃപയുണ്ടായിരിക്കണമേ. സ്വർഗത്തിനായ ഞങ്ങൾ പിതാവേ, അങ്ങ് നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണം. ഞങ്ങൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആത്മാവിന് സ്തുതി. മനോണത്താൽ മസ്തിരിനുടയാകട്ടെ. ഉണ്ടായിരിക്കണമേ.
ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറെ ദുഃഖകരമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട സന്തോഷ് അകാലത്ത് നമ്മൾ വിട്ടുപോയി പോവുകയാണ്. തമ്പുരാന്റെ ഭക്തിപ്രകാരമാണ് ഇതെല്ലാം സംഭവിക്കുന്ന കുറച്ച് വിശ്വസിക്കാം. രോഗവും ആയുസിന്റെ ദൈർഘ്യവുമെല്ലാം തമ്പുരാന്റെ കരങ്ങളിലാണല്ലോ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മകൻ കുടുംബത്തിന് വലിയ ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയുമായിരിക്കുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനെയും മൂന്നുപേരെയും എത്രയോ കല്ലോടുകൂടിയാണ് സംരക്ഷിച്ചത്. ജീവിതത്തിൽ എല്ലാം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും നമ്മൾ മാത്രം പറയുവാൻ ബാക്കി വെച്ചിട്ടാണ് യാത്രയാകുന്നത് നമുക്കറിയാം. തന്റെ ഓട്ടം പൗരത്ത് പറയുന്നത് നന്നായിട്ട് ഓടി പൂർത്തിയാക്കി ജീവന്റെ കിരീടം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരൻ യാത്രയായിരിക്കുന്നത്. നമ്മൾക്ക് വേദനയുണ്ടെങ്കിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട ബിന്ദുവിനും അതുപോലെ മക്കൾക്ക് ഓരോരുത്തരും ആകാശനും അഭിഷേകനും ആദർശനും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കാം. തന്റെ കൂടെ ഇത്രകാലം ജീവിക്കാനായിട്ട് സാധിച്ചല്ലോ. നല്ല മാതൃക, അധ്വാനത്തിന്റെ നല്ല മാതൃക, കൂട്ടായ്മയുടെ നല്ല മാതൃക കാണിച്ചു തന്നിട്ടാണ് കടന്നു പോകുന്നത്. ആ ഒരു ശക്തിയും ബലവും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് കരുത്തു നൽകട്ടെ എന്ന് ആശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഈ പ്രിയപ്പെട്ട സന്തോഷത്തിന്റെ കഷ്ടപ്പാടും അവസാന നാളുകളിൽ നല്ല സഹനം വേദനയും ഒക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. ആ വേദനയിലെല്ലാം തമ്പുരാന്റെ കൂടെ നിൽക്കാനായിട്ട് സാധിച്ചു. അവസാന നാളുകളിൽ ആശുപത്രിയിലാകുമ്പോൾ പോയി കാണുകയും സംസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ തമ്പുരാന്റെ കരങ്ങളിലേക്കാണ് ഈ മനുഷ്യൻ കടന്നുപോയിട്ടുള്ളത്. നമുക്ക് ഉറച്ച് വിശ്വസിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുന്നത് പോലെ തമ്പുരാന്റെ പദ്ധതിയിൽ ശരണം വെച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ടവന്റെ ആത്മാവിനെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് യോബ് പറഞ്ഞതുപോലെ ഈ മകനെ പ്രതി ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കുവാനും പറയുവാനുള്ളത്. മരിച്ചുപോയി എന്ന വാക്കിനേക്കാൾ ഉപരിയായിട്ട് ഈ ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി ജീവന്റെ കിരീടം നേടുവാൻ വേണ്ടി തമ്പുരാൻ വളരെ സ്നേഹത്തോടുകൂടി മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇതേ തീർത്ഥാടനത്തിൽ പങ്കുചേരേണ്ടതാണ്. നമുക്ക് മുമ്പേ അല്പം മുമ്പേ ഈ പ്രിയപ്പെട്ടവൻ സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ കടന്നുപോയി മരണത്തിന്റെ കവാടം കടന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ ഈ കവാടത്തിലൂടെ കടന്നു പോവുകയും ഈ പ്രിയപ്പെട്ടവനോടൊപ്പം ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുവാനാകുകയും ചെയ്യേണ്ടവരാണ്. അതിനുവേണ്ടിയിട്ടാണല്ലോ ഈ ഭൂമിയിലെ ജീവിതം. ആ രീതിയിൽ ദൈവത്തിന്റെ മഹത്വം സ്വന്തമാക്കിയ പ്രിയപ്പെട്ട സന്തോഷത്തെ നമുക്ക് സന്തോഷപൂർവ്വം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്യാം. നല്ല ചിന്തകളും നല്ല ഓർമ്മകളും പിന്നീട് നമുക്ക് ആശ്വാസവും അതുപോലെ പ്രതീക്ഷയും പ്രത്യാശയും നിങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയും ഒക്കെ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകൾ പിന്നീട് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹപ്രദമാക്കി തീർക്കും, യാതൊരു സംശയവുമില്ല. ഈ പ്രിയപ്പെട്ട മകൻ ഭൂമിയിൽ എന്തിനേറെ അധ്വാനിച്ചു, അത് കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മകൾ വാങ്ങിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ സ്വർഗീയ നന്മകൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. അതേപോലെ തന്നെ ഈ പ്രിയപ്പെട്ട കുടുംബവും മക്കളും ഒക്കെ എല്ലാം ശേഷിയും ഒക്കെ എപ്പോഴും ഇടവകയോടും കൂട്ടായ്മയോടും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ആദർശ് അവൻ പ്രായത്തിൽ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നെങ്കിലും വളരെ പക്വതയോടുകൂടി പെരുമാറാനും അവിടെ അൾത്താരപാലന്മാരുടെ ലീഡറായിട്ടും അതുപോലെ ഏറ്റവും നല്ല അൾത്താരപാലൻ എന്നുള്ള അവാർഡ് വാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചെറുവിട്ട മിഷനിലൂടെയും രൂപതയുടെയും അതുപോലെ മേഖലയുടെയും ശാഖയുടെയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് കൈവരിക്കാനായിട്ട് സാധിച്ചത് ഈ കുടുംബത്തിന്റെ നന്മയാണ് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്കൂളിലെ അധ്യാപകരും ഹെഡ്മാസ്റ്റർക്കൂടെ വന്നിട്ടുണ്ട്. സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ ഏത് സ്റ്റേജിൽ പ്രോഗ്രാം നടന്നാലും അവിടെ ആങ്കർ ചെയ്യാനൊക്കെ ഈ ആവശ്യപ്പോഴും ഉള്ളത് ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ മക്കളുടെ നന്ദി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവന്റെ നന്മ കൂടിയാണല്ലോ. അതല്ല ഈ സമയത്ത് ഓർക്കുകയും ഈ കുടുംബവും മക്കളും ഒക്കെ അറിയിക്കും ഈ കൂട്ടായ്മയ്ക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും ഹൃദയപൂർവ്വം നന്ദിയോടുകൂടി ഓർക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. പക്ഷേ ഇന്നും നാളെയും നാളെ കഴിഞ്ഞും ഒക്കെ കടന്നുപോയി നിങ്ങൾക്ക് ആനന്ദത്തിന്റെ ചിന്തകൾ ഈ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഉണ്ടാകും എന്നുള്ളത് ക്രൈസ്തവമായ വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. അത് ഈ മകന്റെ കൂടെ അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ കൂടെ ഈ അപ്പന്റെ കൂടെ ജീവിക്കാനായിട്ട് സാധിച്ചു. ആ ജീവിതകാലത്ത് വളർന്നു വന്ന നല്ല ചിന്തകളും ഓർമ്മകളും
ഒക്കെ നിങ്ങൾക്ക് ആനന്ദത്തിന്റെ ചിന്തകളായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയില്ല. ഇടവക കൂട്ടായ്മയുടെ അൽത്താരവാന്മാരുടെ ചെറുവെപ്പാൻ മിഷൻ ലീഗിന്റെ സൺഡേ സ്കൂളിന്റെ അതുപോലെ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സ് കൂടിയുണ്ട്. പ്രിയപ്പെട്ട അധ്യാപകരുടെ എല്ലാവരുടെയും ഇവിടെ കൂടിക്കുന്ന നാട്ടുകാരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുള്ള അനുശോചനവും പ്രാർത്ഥനയും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. നമ്മൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ മകന് സ്വർഗീയ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യാൻ തീരുമാനിക്കുകയും. അനുസരിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാവമോചനത്തിനായി പന്നീറിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ നിങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുവർണങ്ങളുടെയും പരിമള സത്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാവമോചനത്തിനായി സമയത്തിലുകളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ രക്ഷാകരുടെ ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കൂടാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയുമാകുന്നു എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ക്രിസ്തുവിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. അവരുടെ പുഷ്പം പോലെ അറിവിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിന് നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയൻ രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേലും. നീതിമാന്വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങളിൽ ശാന്തി നിനക്കു പകർന്നേ.
മൃതരാമിശിഹാകർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു ഫലം വാങ്ങേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്നും നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന വാളാക്കിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കും. നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവർ കൊടുത്തിരിക്കുന്നു. നിങ്ങളിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തലും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തലുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൽ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും പിതാവുമായ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ദൈവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാള് ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു വ്യാകുല മാനസായി, എന്തിനു നീറുന്നു ഇളമാലകളാൽ തിങ്ങിമറിഞ്ഞ് ഇളകും കടലോരേ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണത്തിൻ കാലടി കേട്ടു ഞാൻ, പാപമെനിക്കുള്ളിൽ തേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സ്വരതമരട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ശത്രുക്കൾ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിനെ നമ്മുടെ ഭവനത്തിലെ ശുശ്രൂഷകളോടെ പൂർത്തീകരിക്കും. പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാൻ മുന്നേ നശ്വരമുലകിൽ വിടുവിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദ
നുകരുമിടത്ത് പോകുന്നു നിങ്ങളെ എല്ലാവരും എഴുതിയിട്ട് കസാരയുടെ പുറകോട്ട് മാറ്റിക്കല്ല പോക്കട ഇരിക്കാതെ കസാരയുടെ പുറകോട്ട് മാറ്റിക്കേ. മോനെ പുറത്തേക്ക് ഇറങ്ങി മോനെ കസാര ചേച്ചി നിങ്ങൾ ചുംബിക്കാനുള്ളതാണോ? ഇതിലെ വാ അപ്പുറത്തൂടെ പുറകെ അങ്ങോട്ട് മാറാവോ? വണ്ടിയിലേക്ക് കയറി പള്ളിയിൽ സൈഡ് അവിടെ നോക്കിക്കേ.
ഉള്ളിലടി പ്രിയപ്പെട്ടവരിപ്പോൾ ആവശ്യമുള്ളതായ പത്താളമാണ് പ്രാർത്ഥനയെ മനസ്സിൽ അറിയിച്ചുകൊണ്ട് അറിയിപ്പ് സമർപ്പിക്കുന്നു. സാധാരണ സന്തോഷിച്ചു ജീവനും അതുപോൽ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി ശബ്ദമുയർത്തുമ്പോൾ
വിജയമണിഞ്ഞായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവരണം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ വൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കവരണം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന് ദിവ്യത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന് ദിവ്യജലത്താൽ ഈ കവരണത്തെ നീ പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നീക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളവും പോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ.
മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദാവപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അവസാനം നമ്മൾ അഞ്ചോചാർപ്പിക്കുന്നു. വഴി കൊടുത്ത് കുടുംബക്കാർ ഒരു സൈഡിൽ നിൽക്കാരുന്നത് നല്ലതായിരുന്നു. കുടുംബക്കാരെ എല്ലാം കൂടി ഒരു സൈഡിൽ നിർത്താം. അവിടുന്ന് മാറി അവസാനത്തിലേക്ക് എന്റെ കർത്താവ് ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളെ. കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ലവരുത്വനം ഭാഗേ. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവനമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവനാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാവളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യമുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നി വിധിക്കല്ലേ. പുത്രൻ രൂപായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കുവാമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്ത് അവളെ വിശദീകരിച്ച് കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാകന്മാരോട് കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുതിർന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം.
ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ അർപ്പിച്ചുകൊള്ളുക. ദൈവമേ, എന്റെ പാവങ്ങൾ കഴുകി കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ശിവദായകവുമായ ശബ്ദതാലാസർവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ കുറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാനം പ്രതീക്ഷിച്ച് മറന്നു പറഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സകലത്തിലെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധരോടും കഷ്ടമായ ഉയർക്കും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ അവധി ശരീരത്തെ അങ്ങനത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച ആളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ പ്രഭു നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാര്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഇവിടെ അല്ലേ ഇപ്പൊ കുളിക്കുന്നേ, അപ്പൊ ഇവിടെ അവിടെ നേരെ വേസ്റ്റ് ണ്ടോ അവിടെ മരിച്ചു നോക്ക്, അവിടെ മരിച്ചത് നോക്ക്, അവിടെ ഇവിടെ ആ ചെറിയ
അതിന് മുകളിൽ കൊടുക്കും Gracias.